ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. കുംഭൻ രാശിക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. അതിലുള്ള റീഡിങ്ങിലേക്കാണ് കിടക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങളിൽ ചിലർക്കെങ്കിലും റെസനേറ്റായി വന്നേക്കാം. ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കുംഭൻ രാശിക്കാർക്ക് ഈ ആഴ്ച നിലവിൽ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നതായിട്ടാണ് സൂചന ലഭിക്കുന്നത്. വിവാഹ നിശ്ചയമോ വിവാഹം കഴിഞ്ഞുള്ള ആഘോഷമോ ഗൃഹലാഭമോ ഇവയ്ക്കെല്ലാമുള്ള സാധ്യത കാണുന്നുണ്ട്. ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇനിഷ്യൽ സക്സസ് ലഭിക്കാനുള്ളൊരു സമയമാണിത്. ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന ഒരു സമയം. കരിയർ റിലേറ്റഡായി നോക്കുമ്പോൾ പുതിയ പഠനങ്ങൾ നിങ്ങൾ നടത്തേണ്ടതാണ്. പുതിയ സ്കിൽസ് പഠിച്ച് നിങ്ങളുടെ ഉപജീവനത്തിൽ പ്രോഗ്രസ് വരുത്തേണ്ടതാണ്. അതിനായി ഒരു മെൻറ്ററിന് ആവശ്യമുണ്ട്. ഒരു മെൻറ്ററിനെ കണ്ടെത്തുക. ഉചിതമായ തീരുമാനം നിങ്ങൾ അതിൽ കൈക്കൊള്ളണം. എന്നാലേ കരിയറിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണി ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച ഗൃഹത്തിന് വാഹനത്തിനോ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. മാതാവിനോ തത്തുല്യമായവർക്കോ മാതുലിനോ ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നിങ്ങളുടേതായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കുക. നിങ്ങളിലുള്ള അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ മടി കാണിക്കുന്നുണ്ട്. ആ സമീപനം മാറ്റി നിങ്ങൾക്കറിയാവുന്ന ജ്ഞാനം ഷെയർ ചെയ്യുക. നിങ്ങളിലേക്ക് ഭാഗ്യചക്രം തിരിയുന്ന ഒരു സമയമാണിത്. പലതരം അവസരങ്ങളാണ് വരാൻ പോകുന്നത്. ലോണൊക്കെ പാസ്സാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പഠനത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ ധനം ചെലവഴിക്കേണ്ടി വന്നേക്കാം. സന്താനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാമെന്നതിനാൽ ശ്രദ്ധയോടെ പെരുമാറുക. സന്താനങ്ങളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല മാറ്റങ്ങൾ, സാമ്പത്തിക രംഗത്ത് സൗഹാർദ്ദാർഹമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് യോജിച്ചതോ അല്ലാത്തതോ ആകാമെന്നതിനാൽ തയ്യാറായിരിക്കേണ്ടതാണ്. പൊതുവെ അല്പം മാനസികമായി ചില പിരിമുറുക്കങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അത് അനാവശ്യമായിട്ടുള്ളൊരു വറിയായിട്ടാണ് കാണുന്നത്. വിഷാദത്തിൽ അകപ്പെടരുത്. സ്വയം വിമർശനം ചെയ്യാതെ വേണ്ടത് എന്താണെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ കാർഡുകളിലൂടെ നൽകുന്ന നിർദ്ദേശം. ശാരീരികമായും മാനസികമായും വിശ്രമം ഏറെ ആവശ്യമുള്ളൊരു സമയമാണിത്. നിങ്ങളുടെ ഭയങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുക. വിഷമങ്ങൾ പങ്കുവയ്ക്കുക. ഒറ്റപ്പെടരുത്. നിങ്ങൾ പണിയുന്ന സ്ഥലത്ത് സിസ്റ്റത്തിലോ എനർജി ലെവൽ ഉള്ളതുകൊണ്ട് ക്രിയേറ്റിവിറ്റി, സ്പിരിച്വൽ ഫ്രീഡം, സെൽഫ് എക്സ്പ്രഷൻ ഇവ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കരിയർ ഗ്രോത്തിന് ഇവ ലഭിക്കേണ്ടതായിട്ടുണ്ട്. കരിയർ ഗ്രോത്തിന് ഇവ പ്രധാന തടസ്സമാകുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലും സുരക്ഷിതത്തോടു കൂടി ആത്മീയ സംരക്ഷണം വളർത്തി കുടുംബവുമായുള്ള സന്തോഷം പങ്കിടാനാണ്. അതാണ് നിങ്ങളിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഓവർ ഭയം, ഗിൽറ്റ്, ഇന്നർ പെയിൻ എന്നിവയാണ്. ഇതിനെല്ലാം നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. എൻ്റെ റീഡിംഗ് നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതിനാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവരിലും ഉണ്ടാകട്ടെ. അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.